ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. മിനുസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു 5 പേർക്ക് സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന്. 1 കപ്പ് ഗ്രീൻ പീസ്, 1 കപ്പ് ഉരുളക്കിഴങ്ങ്, 1 കപ്പ് ക്യാരറ്റ്, 2 ഏലക്കായ, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഇതിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് മാറും. അപ്പോൾ അതിനനുസരിച്ചിട്ടേ നമ്മളിത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണേ. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകമാണ്. 1 ടീസ്പൂൺ കുരുമുളക്, ഒരു 8 10 കാഷ്യൂനട്ട്, 3 പച്ചമുളക് ചെറുതാണ്, ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസ് സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 കപ്പ് തേങ്ങ. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് തന്നെ ഒരു കുക്കർ എടുത്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതെല്ലാം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് വെജിറ്റബിൾസിൻ്റെ മേലെ എങ്ങനെ വന്നാൽ മതി, അതാണ് അതിൻ്റെ കണക്ക്. ഇത് നമുക്ക് 3 വിസിൽ വരുന്ന വരെ വേവിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ താല്പര്യം വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി. ഞാനിവിടെ സൺഫ്ലവർ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിട്ട് പൊട്ടിച്ചെടുക്കാം. ഇപ്പം ഇത് ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിൽ ആഡ് ചെയ്യേണ്ടത് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കളർ ചേഞ്ച് ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. സവാള ഇപ്പോൾ ഏകദേശം ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയും പച്ചമുളകും ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് കാഷ്യൂനട്ടാണ്. ഇപ്പോൾ നമുക്ക് കാഷ്യൂനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഇതിൽ മല്ലിപ്പൊടി 1/2 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കരുത്. ചേർത്ത് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് നല്ല മാറ്റം വരും. അതുകൊണ്ട് അത് നല്ലോണം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് നമുക്കിത് ഇപ്പോൾ ഏകദേശം ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എടുത്ത് വെച്ചിട്ട് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തേങ്ങ ഒരിക്കലും വറുത്തെടുക്കരുത്. ഇനി നമുക്ക് തേങ്ങ ആഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. തേങ്ങ ആഡ് ചെയ്തിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് തണുക്കാൻ വെക്കും വേണം. തണുത്തതിന് ശേഷം ഇത് മിക്സിയിലിട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തണുക്കാൻ വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മസാല കൂട്ടിലിട്ട് 1 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വെജിറ്റബിളൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാനിലോട്ട് മാറ്റാം. ഇനി നമുക്ക് നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ്, ഉള്ളി, തക്കാളി, തേങ്ങയുടെയൊക്കെ പേസ്റ്റ് നമുക്ക് ഈ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടത് ഇളക്കി കൊടുക്കാം.
നമ്മൾ അരച്ചിട്ടുള്ള അരപ്പും വെജിറ്റബിൾസും കൂടെ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അധികം വെള്ളം പിന്നെ ചേർക്കേണ്ടി വരില്ല. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു തിക്നെസ് ആണ് ഇതിന് ആവശ്യം വേണ്ടത്. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ അത് മിക്സിയിൽ നമ്മൾ അതിൻ്റെ വെള്ളം കൂടെ ചേർക്കുമ്പോൾ തന്നെ ഓൾറെഡി ഇതിൻ്റെ ക്വാണ്ടിറ്റി ആയി വരും. അപ്പോൾ വെള്ളം അധികം ചേർത്ത് കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇപ്പോൾ നമുക്ക് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കാം. ഇതിൽ ജസ്റ്റ് ഉപ്പ് കുറവുണ്ട്, കാരണം നമ്മൾ ആദ്യം മാത്രമല്ലേ ഉപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊരു 1-2 മിനിറ്റ് അടച്ചു വെക്കാം. ഇപ്പം നമ്മളെ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടോ അല്ലാതെയോ നിങ്ങൾക്ക് മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എല്ലാം സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. ഇവിടെ മക്കൾസിനൊക്കെ ഇപ്പോൾ ക്യാരറ്റ് ഇതൊക്കെ ആണെങ്കിലും ഇങ്ങനെ വെച്ച് അവർക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. എൻ്റെ വീഡിയോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. പ്ലീസ് ലൈക്ക് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും.